ഹലോ നമസ്തേ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ നിന്ന് സ്വാഗതമുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ ശ്രീലങ്കൻ കാഴ്ചകൾ? ശ്രീലങ്കയിലെ കടൽ കണ്ടു, കായൽ കണ്ടു, ഇവിടുത്തെ പലതരം കൃഷികൾ കണ്ടു, തിമിംഗലത്തെ വരെ നമ്മൾ കണ്ടു ഇല്ലേ? ഇനിയിപ്പോഴേ ശ്രീലങ്ക എന്ന് പറയുമ്പോൾ നമ്മളുടെ മുമ്പിൽ ആദ്യമേ മനസ്സിൽ ഓർമ്മ വരുന്നത് രാവണനെയാണ്. ഇവിടെയുണ്ടല്ലോ കാടും മലകളും നമ്മളുടെ മൂന്നാർ പോലത്തെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോയാലോ? ഈ കടലിന് കുറച്ച് നാളത്തേക്ക് ഒരു അവധി കൊടുത്തിട്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ വായോ, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നിന്ന് നേരെ നടന്ന് നമ്മളുടെ ട്രിങ്കോമാലി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. അവിടെ നിന്നും എന്നിട്ട് ഇവിടെ നിന്നും കാൻഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് പിടിച്ച് അവിടെ നിന്ന് സിഗിരിയ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സിഗിരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മുടെ കൊളംബോയ്ക്കുള്ള ബസ് ഇതുണ്ടെങ്കിൽ ട്രിങ്കോമാലി ടു കൊളംബോ ബസ്സിൻ്റെ നമ്പർ 49 ആണ്. അത് പോകാനായിട്ട് തയ്യാറായി വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ഇവിടെ നിർത്തിയിട്ടാണ് പോവുക. പക്ഷേങ്കിൽ നമ്മളുണ്ടല്ലോ ആദ്യമേ ഭക്ഷണം കഴിക്കണം, അതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ചധികം ദൂരം ഓട്ടോ ഉണ്ട്. പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കരൈപ്പട്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഉണ്ട്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ബസ് സ്റ്റാൻഡിനടുത്ത് പോയിട്ട് അവിടെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ, അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കണക്ക് ഇല്ലാത്തത്രയും ഇടിയപ്പം വന്നു. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്കെടുത്ത് കഴിക്കാം. അവസാനം എത്ര എണ്ണം കഴിച്ചു എന്നുള്ളത് ഇവരോട് പറഞ്ഞാൽ മതി. കൂട്ടത്തിൽ നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ കറിയും അതുപോലെ തന്നെ നമ്മളുടെ ദാലും പിന്നെ ഒരു ചമ്മന്തിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ മാത്രം സാധനം എന്ന് പറഞ്ഞാൽ അഹങ്കാരിച്ചിടുന്ന സാധനമാണ്. തേങ്ങാ ചമ്മന്തി, മീൻകറിയൊക്കെ ഉണ്ടല്ലോ അസല് നമ്മളുടെ മീൻകറി, തേങ്ങ അരച്ച മീൻകറി. വയറ് നിറച്ച് ഇടിയപ്പവും അതുപോലെ തന്നെ ചൂരക്കറിയും കഴിച്ചു. 650 രൂപ, അതായത് നമ്മളുടെ 180 ഇന്ത്യൻ രൂപ അത്രയാണ് കേട്ടോ ആയത്. പിന്നെ ഈ ഇടിയപ്പം കൊണ്ടേ വെക്കുമ്പോൾ അത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ 10 എണ്ണമേ കഴിച്ചുള്ളൂ. എത്ര വേണമെങ്കിലും കഴിക്കായിരുന്നു കൊണ്ടേ വെച്ചതിൽ. ഈ കാണുന്ന കൊളംബോ ബസ്സില്ലേ, ഇതിൽ കയറിയിട്ടുണ്ടെങ്കിലും നമുക്ക് സിഗിരി ഇറങ്ങാം, കാൻഡിയൊക്കെ ഇറങ്ങാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബസ്സിന് കയറുകയാണ്. പിന്നെ ഇതെപ്പോൾ എടുത്തുണ്ട് നമ്മളുടെ ബസ് അങ്ങനെ എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഉണ്ടല്ലോ ശരിക്കും കൊളംബോ സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ തമിഴ് പാട്ടുകളും ഇവരുടെ ഇവിടുത്തെ സിംഗള പാട്ടുകൾ വന്നു തുടങ്ങി കേട്ടോ. നമുക്ക് നമ്മുടെ സുന്ദരമായിട്ടുള്ള ട്രിങ്കോയോടും ട്രിങ്കോയിലെ നീല കളറുകളോടും പറയാം. ഇത് അവസാനമായിട്ട് ഒന്നുകൂടി കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രിങ്കോ ശ്രീലങ്ക വരുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ വെയിൽ വാച്ചിങ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡൈവിങ്ങിൻ്റെ പ്ലാന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് ഒരു ദിവസം കൂടി നിൽക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേങ്കിൽ ഡൈവിങ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അത്രയും ദിവസം പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ നാട്ടിൽ ചെന്നാലും ഡൈവിങ് പഠിക്കാമല്ലോ അല്ലേ. ഈ ട്രിങ്കോമാലി ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ നേവിയുടെ ഈസ്റ്റേൺ നേവൽ ബേസിൻ്റെയൊക്കെ ആസ്ഥാനമൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻഡമാൻ ദ്വീപുകളുടെ ആ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിച്ചേരും. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ 3ാമത്തെ നാച്ചുറൽ പോർട്ട് ഇവിടെ നിന്നുള്ള റൂട്ടിലുണ്ടല്ലോ. ഇതുണ്ടെങ്കിൽ ഒരുപാട് ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ, അതും വെസ്റ്റേൺ കൺട്രീസ് എന്നുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അധികം ആൾക്കാരും ഈ ഒരു ശ്രീലങ്കയെ എക്കണോമിക്കലായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബാക്ക് പാക്ക് ട്രിപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ. അതിന് ഇവരുടെ ഈ ഒരു ഇവിടുത്തെ ബസ് സർവീസുകൾ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടുത്തെ എല്ലാ ബസ്സിനും ഇംഗ്ലീഷിൽ കൂടി ബോർഡ് വെച്ചിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളുടെയും. 477 രൂപയാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് റേറ്റ്. 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേരും കേട്ടോ. ലോക്കൽ ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിലും വിലക്കുറവ് ഉണ്ടാകണം. ഇതിപ്പം കൊളംബോയ്ക്കുള്ള ഡയറക്റ്റ് ബസ്സാണ്, അതുകൊണ്ടാണ്. ഇതിന് അധികം സ്റ്റോപ്പുകളില്ല, പെട്ടെന്ന് നമ്മൾ എത്തും എന്നുള്ളതാണ് ഒരു ഗുണം. സിഗിരിയ, കാൻഡി അങ്ങോട്ടേക്കുള്ള റോഡുകളും ഇങ്ങനെയാണ്. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ 4 വരിപ്പാതകൾ കുറവാണ്, 2 വരിപ്പാതകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇപ്പം വണ്ടികളുടെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് 2 വരിപ്പാത തന്നെ ഇവർക്ക് മതിയായിരിക്കും. വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങൾ, അവിടേക്ക് വെള്ളം എത്തിക്കുന്ന ചെറിയ നാലുകൾ, അത് കഴിഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ റെയിൽവേ ലൈനുകൾ ഇവിടെ ട്രിങ്കോ ആയിട്ടും ശ്രീലങ്കയുടെ വിവിധ ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന റെയിൽവേ ലൈനുകൾ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പോലെ റെഗുലറായിട്ട്, അതായത് എപ്പോഴും ട്രെയിനുകളുടെ കണക്ടിവിറ്റി ഇല്ല കേട്ടോ. ഇവിടെ ട്രെയിനുകളെക്കാളും കൂടുതൽ ലോക്കൽ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ബസ്സുകൾ തന്നെയാണ്. ട്രെയിൻ പക്ഷേ ബസ്സുകളെക്കാളും ചീപ്പറാണ് കേട്ടോ. ഇവിടുത്തെ പാടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇപ്പം ആ ഒരു പാടം അടുത്ത കൃഷിക്ക് വേണ്ടി ഒരുക്കുന്ന ടൈമാണ് കേട്ടോ.
പതുക്കെ നമ്മൾ ഇതാ കാടിൻ്റെയൊക്കെ മേഖലയിലേക്ക് എത്തി. ചെറിയ കുന്നും അതുപോലെ തന്നെ കാടുകളും ഒക്കെ നിറഞ്ഞ് നമ്മുടെ നാട്ടിലെ മലയോര മേഖലയിലെ പോലെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മളെത്തി. ഇതൊരു കാടിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇതുപോലുള്ള കാടുകളിൽ ആനകൾ ക്രോസ് ചെയ്യാറുണ്ട്. അവിടെ ആനയുടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ആനകളൊന്നും റോഡിൽ അറ്റ് പ്രസൻറ്റ് ഇല്ല. മിന്നേരിയ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കിൻ്റെ ഭാഗത്തൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സഫാരി നടത്തുന്ന സഫാരി വണ്ടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആനകളൊക്കെ ഈ ഒരു ഭാഗത്തെ മെയിനായിട്ടുള്ള മൃഗമാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് അയ്യോ മിസ്സായി പോയേട്ടാ, അവിടെ റോഡിന് കുറുകെ ആന നിൽപ്പുണ്ടായിരുന്നേ. ഈ ഒരു സിഗിരയ്ക്ക് മുമ്പുള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഈ പോകുന്ന റോഡില്ല, അങ്ങോട്ടേക്കാണ് പോളുന്നൂറുവ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സൈറ്റുകളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഉള്ള വഴിയെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാക്ക് പാക്കേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന്. അവർ ഇവിടെയുള്ള ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. എൻ്റെ സ്ഥലം എത്തിയിട്ടില്ല, ഞാൻ നമ്മളുടെ കണ്ടക്ടർ ആളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളുടെ എത്തുമ്പോൾ എന്നോട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നമുക്ക് ഇറങ്ങേണ്ട താങ്ക് യു ജംഗ്ഷനെത്തി. ഇവിടെ ഇറങ്ങിയിട്ട് ഫ്രം ഹിയർ ഐ വിൽ ഗെറ്റ് അനദർ ബസ്, സിഗ്രിയ ബസ്. ഓക്കെ, ഇവിടെ നിന്ന് ഓക്കെ താങ്ക് യു. എന്താ പറഞ്ഞേ, ഇവിടെ നിന്നും സിഗിരിയ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ്റെ പേര് ഇന്നാമൽവ കേട്ടോ, ഇന്നാമൽവ. ഇവിടുത്തെ പ്ലാൻ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവേ. ഇത് കണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ബോക്സ് ഒക്കെ, പഴയ പോസ്റ്റ് ബോക്സേ. ഇതുപോലത്തെ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. സഫാരിക്ക് കൊണ്ടുപോകുന്ന ജീപ്പുകൾ ഇതാ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പാഞ്ഞു പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നിന്നുണ്ടല്ലോ ബസ്സുകളൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പം നോക്കട്ടെ ഞാൻ. ഇവിടെ ഇപ്പം ഞാൻ പിക്മി എടുത്ത് നോക്കി. പിക്മിയിൽ അത്യാവശ്യം ഇപ്പം സ്കൂട്ടറിന് തന്നെ 450 രൂപ 500 രൂപയ്ക്ക് അടുപ്പിച്ച് അങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട്. ഒരു 9.5 കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് എന്തായാലും നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങ് നടക്കാം. പോകുന്ന വഴിയിൽ വേറെയും ഒരുപാട് കാട്ടിക്കൂടൊക്കെ നടക്കാനുണ്ട്. അപ്പം വേറെയും ഒരുപാട് കാഴ്ചകൾ കിട്ടും. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇതാ ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതുണ്ടെങ്കിൽ ഇത് സിഗിരിയ, അതുപോലെ തന്നെ പിതുറങ്കല പീക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ നടക്കുന്ന വഴിയിൽ ഈ ഒരു ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ദാ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ട്. നോക്കുമ്പോൾ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബസ്സിന് പോകാം. ഇതിന് പറഞ്ഞാൽ ഈ വെയിലത്ത് നടക്കുന്നത്. കാത്തിരിപ്പിന് ശേഷം ഇതാ ബസ് വന്നു. ആക്ച്വലി ഞങ്ങളിപ്പോൾ അവിടെ ഒരാൾ ഈ എന്താ പറയുന്നത് തലകറങ്ങി വീണു. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോയതാണ്. പുള്ളി ഓക്കെ ആയി. ബസ്സിൽ കയറാം. ഹായ്, സീറ്റൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ ശ്രീലങ്കയിലെ ഏത് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ഈ മുമ്പിലുള്ള സീറ്റാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അതെങ്ങനെ മുമ്പിലോട്ടുള്ള റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണണ്ട. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നുണ്ടല്ലോ ബസ്സിന് ആകെ 60 രൂപയുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഒരു പിക്മിയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ 400 സംതിങ് രൂപയുണ്ട്. അതുകൊണ്ട് ബസ് തന്നെയാണ് മെച്ചം കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഹോട്ടൽസ്, ഹോം സ്റ്റേകൾ, പിന്നെ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാം. ഈ സിഗിരിയ ഏരിയ മൊത്തത്തിലൊരു ടൂറിസം വില്ലേജായിട്ട് പല വില്ലേജുകളായിട്ട് മാറിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാടുണ്ട് ഇവിടെ കാണാനായിട്ട്. പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഇതാ വണ്ടിയിൽ ബസ് വന്നിറങ്ങി. ഇവിടെ നിന്നും അങ്ങോട്ടേക്കാണ് ലയൺ റോക്ക് അല്ലെങ്കിൽ രാവണൻ്റെ കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. പക്ഷേങ്കിലുണ്ടല്ലോ ഞാൻ ആ സ്ഥലം നിങ്ങൾ കാണിക്കാതെ മറച്ച് വെച്ചിട്ടാണുള്ളത്. എൻ്റെ ഇടത് സൈഡിലുണ്ട്. അത് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇപ്പം നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നടന്നിട്ട് അങ്ങനെ പോണേ. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള റോഡ് സൈഡുകൾ ഇവിടെയുള്ളത് കണ്ട സർക്യൂട്ട് ബംഗ്ലാവാണിത്. ഇത് നോക്കി നിങ്ങൾ എങ്ങനെയാണെന്ന്. നമ്മളുടെ ഓല കൊണ്ട് മേഞ്ഞിട്ട് ആ ഒരു വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. അതിന് നേരെ മുമ്പിലായിട്ട് ഇതുണ്ടെങ്കിൽ ഒരു പ്ലാവൊക്കെ ചക്കയൊക്കെ പറിക്കാതെ വെച്ചേക്കുവാണല്ലോ ദൈവമേ. നമ്മുടെ പ്ലാനേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടൗൺ ഉണ്ടെന്ന് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഈ സൈക്കിൾ ഷോപ്പുകളുണ്ടാവും ഈ റെൻറ്റിന് കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു സൈക്കിൾ എടുത്തിട്ട് നമുക്ക് ഇതിലേ ഒന്ന് കറങ്ങിയാലോ ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ. അതിനുണ്ട്, നല്ല ഐഡിയ അല്ലേ? ഇപ്പോൾ തോന്നി ബസ്സിൽ തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ ആ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. നമുക്കൊരു സൈക്കിൾ റെൻ്റൽ ഷോപ്പ് കണ്ടുപിടിക്കാം ആദ്യം. ശരിക്കും ഈ ഒരു ഭാഗത്തുണ്ടല്ലോ എല്ലാം ഒരു ഗ്രാമ ഭംഗി. ഇതുണ്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടലാണ്. ആ ഒരു ഹോട്ടലൊക്കെ കാണാനായിട്ട് കണ്ടെങ്കിൽ നല്ല രസമില്ല, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കസാരകൾ ഇറക്കിയിട്ട് അങ്ങനെ ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ,
എല്ലാം നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഇതൊക്കെയാണ് ഇവിടെയൊക്കെ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നത്. അവരെയൊക്കെ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വില്ലേജ് ഫീലാണ് കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ട്. സിഗിരയുടെ ജംഗ്ഷൻ ഭാഗത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ, പല ഷോപ്പുകൾ, സുവനീർ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം. ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ വന്നിട്ട് ഈ ഒരു റൂട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂട്ട് തന്നെ പോകാം. ഇവിടെ ഉണ്ടല്ലോ മരമില്ല, മരത്തിന് ചുവട്ടിലായിട്ട് ഇതുപോലെ ഓല മേഞ്ഞത് ഉണ്ടെങ്കിൽ ഓല മേഞ്ഞിട്ടുള്ള ടൈപ്പ് ഇതുപോലെ ചെറിയ ചെറിയ ഗട്ടുകളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് അവർ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ശരിക്കും ആര് വന്നാലും വന്നിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കേട്ടോ. ഈ ഒരു വില്ലേജ് വഴിയിലൂടെ നടക്കുമ്പോഴല്ലോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള വീടുകളിലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളും തന്നെ ഹോം സ്റ്റേകളായിട്ട് മാറിയിട്ടാണുള്ളത് കേട്ടോ. അതുകൊണ്ടാ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്ന് വരുമാനം ഇവിടുത്തെ ഓരോ വീട്ടുകാരും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ടൂറിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഹോട്ടലോ താമസങ്ങളോ മാത്രമല്ല ബിസിനസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാ നമ്മളുടെ ലോണ്ടറി സർവീസുകൾ, ഇതുപോലുള്ള സാധനങ്ങൾ, അതുകൂടാതെ ടൂറിസ്റ്റുകളെ കൊണ്ടു നടക്കുന്ന ഗൈഡുകൾ, പിന്നെ അവർക്ക് ഇവിടെ ഉണ്ടല്ലോ വേറൊരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ളൊരു മറ്റൊരു ടൈപ്പ് ടൂറുണ്ട്. അത് ഞാനേ നോക്കട്ടെ, ഞാൻ ആ ഒരു സൈക്കിൾ കിട്ടുവാണെങ്കിൽ സൈക്കിളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനൊരു ഇടവഴിയാണ് ലൊക്കേഷൻ തന്നിട്ടുള്ളത്. ആ ഒരു ഇടവഴിയിലോട്ട് തന്നെയാണ് കയറിയത്. പിന്നെ ഇവിടെയൊക്കെ വീടുകൾ മാത്രമാണല്ലോ, ഒരു ബോർഡൊന്നും കാണാനില്ലല്ലോ. വാട്ട്സ് യുവർ ഗുഡ് നെയിം? Sorry? Your good name, please? My name? My name is Shen. Okay, Shen. Yeah, I read the reviews. Yeah. So they mentioned your name. Very good. That's why I asked suggestion from your side. Okay. We have the good bicycle. We always recondition and anything. We are repairing. Okay. Times, and you have the local places wherever we want to go. Suggestions also. Location you can find them around. Okay. എന്തായാലും ഉണ്ടല്ലോ ഇവരുടെ അടുത്ത് ഇതാ സൈക്കിൾസ് ഇങ്ങനെയുണ്ട്. എനിക്കിപ്പം back side but it only front will be there. ഓക്കെ, അപ്പം ദാ ഈ ഒരു ടൈപ്പ് ഫ്രണ്ടിൽ ഈ ഒരു സാധനമുള്ള ടൈപ്പ് ഇത് എനിക്ക് തരാമെന്ന് പറഞ്ഞു. നോർമലി ഇവർ 1000 രൂപയാണ് ഇതിന് പെർ ഡേ ചാർജ് ചെയ്യുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് എത്ര ദിവസത്തേക്ക് എടുക്കും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എന്നോട്. സാധനം ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ സൈക്കിൾ. കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി ജസ്റ്റ് ഒരു ട്രയൽ അടിക്കട്ടെ, അതിന് ശേഷം നമുക്ക് വന്നിട്ട് കൺഫേം ചെയ്യാം. യെസ്, സെറ്റാണ്, പെർഫെക്റ്റാണ്. ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത്. ദാ ഇങ്ങനെ പോകണം, ഇങ്ങനെ ചവിട്ടി ഇവിടുത്തെ ഇൻറ്റീരിയർ വില്ലേജുകളിൽ ഒക്കെ പോകണം. അതാണ് നമ്മളുടെ പ്ലാൻ കേട്ടോ. ഈ ഒരു സ്ഥലത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഇതാ നമ്മൾ നേരത്തെ വന്ന ബസ്സുകളില്ലേ, അതുപോലത്തെ ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് നടത്തുന്നുണ്ട്. സൈക്കിൾ കിട്ടിയതിന് ശേഷമുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു നമുക്ക് താമസിക്കാനൊരു സ്ഥലം, അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചെത്തിയതാണ് ദാ ഈ ഒരു ഹോസ്റ്റൽ. ഇവിടെ ഒരു ഹോസ്റ്റലും അതുപോലെ തന്നെ റൂംസും അവൈലബിൾ ഉണ്ട്. ആക്ച്വലി ഇത് ഇവർ നടത്തുന്ന ഒരു ഹോസ്റ്റലാണ്. ഹായ്, യുവർ ഗുഡ് നെയിം? ഓക്കെ, നൈസ് അറ്റ്മോസ്ഫിയർ. ഞാൻ കാണിച്ചു തരാം. ഞാൻ തൽക്കാലത്തേക്ക് ഉണ്ടല്ലോ ഡോമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡോമാണ് യൂസ് ചെയ്യാൻ നല്ലത് എന്ന് തോന്നി. ഇതാണ് നമ്മുടെ ഡോം. ഇതുണ്ടല്ലോ 2, 4, 6 ബെഡുള്ള ഒരു റൂം അങ്ങനെയാണുള്ളത്. ഇന്നാകെ 2 ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഒരു ബെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ആൾ പുറത്ത് പോയിട്ടാണ് ഉള്ളത്. അപ്പം കണ്ടില്ലേ, ഇങ്ങനെ ഡോം എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടൊക്കെയാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ് ശരിക്കും ഡോം തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഇതിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപയാണ് ഇവർ നോർമലി ഡോമിന് ചാർജ് ചെയ്യുക. ഒരു ബെഡിന് ചാർജ് ചെയ്യുക, ബെഡാണ് ചാർജ് ചെയ്യുന്നത്. എന്താ ഇങ്ങനെ ഉണ്ടാവും, മേലെ ഉണ്ടാവും, താഴെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ 2 ദിവസത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെ നമുക്ക് മൊത്തം എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പോൾ എനിക്ക് 2 ദിവസത്തേക്ക് ഞാനിപ്പം ഒന്ന് കുളിച്ചിട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് ഇത് വെച്ചേക്കുന്നതാണ് കേട്ടോ. തോർത്തെ ഫോൺ ഇതാ ചാർജിന് കുത്തിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം ഇവർ തന്നേക്കുന്നത് 2 ദിവസത്തേക്ക് 3000 രൂപ, അത് 1500 രൂപ പെർ ഡേ റെൻ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. നമുക്കിനി ചെറിയൊരു ഔട്ടിങ്ങിനായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ മഴക്കാറല്ലേ, മഴയല്ലേ, പെയ്യില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ല ഇവിടെ നിന്നാണ് ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്നാലും ചെറിയ മഴക്കാറുണ്ട്, കുഴപ്പമില്ല, നോ വറീസ്. ലഗേജ് ഒന്നും എടുക്കുന്നില്ല, നമ്മളുടെ സൈക്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും ഈ നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം സുഖമുള്ള പരിപാടിയാണ് കേട്ടോ ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുക എന്നുള്ളത്. ഇത് ഗിയർ സൈക്കിളാണ്.
ഞാൻ നേരെ സൈക്കിൾ ചവിട്ടിയുണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. ജംഗ്ഷനിൽ നിന്നും ഞാൻ റൈറ്റ് ടേൺ തിരിഞ്ഞ് വെറുതെ അങ്ങനെ ചവിട്ടുകയാണ് കേട്ടോ. വെറുതെ ചവിട്ടിലല്ല, ഇന്ന് വൈകുന്നേരം നമുക്കൊരു സൺസെറ്റ് പോയിൻ്റ് ഒരെണ്ണം കാണാനുണ്ട്. ഒരു കിട്ടില്ലാൻ പോലത്തെ സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. ശരിക്കും രാവണൻ്റെ കോട്ട എന്ന് പറയുന്ന ആ ഒരു കോട്ടയില്ലേ, ആ ഒരു കോട്ടയാണ് നമുക്ക് ദൂരെ നിന്നൊന്ന് നോക്കിക്കാണാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോകും കേട്ടോ. വേണമെങ്കിൽ ഇപ്പം ഞാൻ ദൂരെ നിന്നൊരു മിന്നായം പോലെ നോക്കി കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ ചെറുതായിട്ട് ദൂരെ നിന്ന് നോക്കി കാണുന്നത്? ഇതിൻ്റെ ഗിയർ മര്യാദക്കൊന്നും ഇടാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ആ കുന്ന് കയറുമ്പോൾ ഒക്കെ ഗിയർ ഇടാൻ ഒരു ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ ആളുകൾ കണ്ടില്ല നിങ്ങൾ, ഒരുപാട് വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളുണ്ട്. പക്ഷേ ഞാനതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും ഒരു വിദേശിയല്ലേ ഇവിടെ അല്ലേ. എന്തായാലും കുറേ അധികം റിസോർട്ടുകളുണ്ട്. അത് ഈ ഒരു ഹോംലി ഫീൽ തരുന്ന ടൈപ്പ്. അപ്പം അതിലോട്ടൊക്കെ ഒരുപാട് ആളുകൾ, നിറയെ വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും കണ്ടോ നിങ്ങൾ, അവിടെ ചെറിയ ആ ഒരു കരണ്ട് കമ്പി വേലികളൊക്കെയാണ് കേട്ടോ ഈ കെട്ടി വെച്ചേക്കുന്നത്. അതായത് നമ്മൾ വരുമ്പോഴേ കണ്ടാണ് നിങ്ങൾ റോഡിൻ്റെ നടുക്ക് ആനകളിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കും അത്യാവശ്യം ആനകളൊക്കെ ഉള്ള ഒരു റീജിയനാണ് കേട്ടോ. ഇവിടെ നമുക്കുണ്ടല്ലോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എൻട്രി ഭാഗമാണ് നമുക്കിവിടെ കാണുന്നത്. മൊത്തം ഫെൻസിങ്ങുകൾ കണ്ടില്ലേ നിങ്ങൾ, നല്ല ഇലക്ട്രിക്കൽ ഫെൻസിങ്. അതിൻ്റെ ഒരു വാർണിംഗ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തമിഴിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇവരുടെ സിംഹള ഭാഷയിലും ഒക്കെ ആയിട്ട്. എന്തായാലും തുടക്കത്തിലെ ആനയുടെ വായിലോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട എന്ന് വിചാരിച്ചു തിരിച്ച് നമ്മൾ നടക്കുകയാണ്. നമുക്ക് ഇനിയിപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സൺസെറ്റ് പോയിൻ്റ് പോകാം. അതിന് മുമ്പായിട്ടുണ്ടല്ലോ വേറൊരു വ്യൂ പോയിൻറ്റുകൾ, ലേക്കുകൾ, ഗ്രാമങ്ങൾ, അങ്ങനെ കുറേ പരിപാടികൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സ്ഥലത്തേക്കും ആയിട്ടും റൈഡ് ചെയ്യാം. വീണ്ടും തിരിച്ച് ആ ഒരു ജംഗ്ഷനിലോട്ട് തന്നെ ചെന്നിട്ട് അവിടെ നിന്നും വലത് തിരിഞ്ഞ് വേണം നമുക്ക് പോകാനേ. ഞാൻ അവിടെ നിന്ന് ആ ഒരു ടൗണിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി പുറത്തേക്ക് വന്നു. അവിടെയുള്ള ആ ഒരു ലയൺ റോക്കിൻ്റെ അവിടെ ആളുകളും തിരക്കും ബഹളമൊക്കെയാണ്. അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ലയൺ റോക്കൊന്നുമല്ല, ശരിക്കും രാവണൻ്റെ കോട്ട എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് പുറത്തെ ടൗണിലേക്ക് പോകാൻ നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ഫുഡൊക്കെ വെറും ചോറിന് വേണ്ടി മാത്രം. അത് വെജ് ഫ്രൈഡ് റൈസിന് തന്നെ 1000 രൂപയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി പുറത്ത് പോയാൽ ആ റേറ്റ് കുറയുമെന്നുള്ളത് നോക്കട്ടെ. നമ്മളെ നോക്കി മാടി വിളിക്കുകയാണ് കേട്ടോ രാവണൻ കോട്ട, വാ 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 എന്ന് പറഞ്ഞിട്ട്. ഇല്ല എന്നുള്ള ഒരു തലയാട്ടിലുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. രാവണൻ്റെ കോട്ട ഞാൻ നിങ്ങളെ നാളെ വിശദമായിട്ട് കാണിച്ചു തരും. ഇന്ന് ഇതിൻ്റെ ചുറ്റുവട്ടം നിങ്ങളെ കാണിച്ചു തന്നിട്ട് പതുക്കെ ആ ഒരു രാവണൻ കോട്ടയിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ. വണ്ടിക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അമ്മ ആന ഒറ്റ മിനിറ്റ്. ശ്രീലങ്കയിൽ ആന കാണിച്ചു തന്നില്ലല്ലോ ഞാൻ നിങ്ങളെ. ഈ ഒരു മേഖലയിലെ ടൂറിസത്തിനുണ്ടല്ലോ ശരിക്കും ആനകൾക്ക് വൻ പ്രാധാന്യമുണ്ട്. അപ്പം ആനകളൊക്കെ ഉണ്ടാവും. പാപ്പൻ ആനനെ കൊണ്ട് വന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന് മുമ്പിൽ നിർത്തിയേക്കാണ്. ഇവർക്ക് തൊടാം, ഫോട്ടോ എടുക്കാം, അതിൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതും രാവണൻ കോട്ട ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അപ്പം ആനേനെ കൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാം കേട്ടോ. സിഗിരയുടെ പ്രധാനപ്പെട്ട ടൗൺ ഏരിയ ഇവിടെയാണ്. ഇവിടെ കുറേയധികം ഹോട്ടൽസ്, കുറേയധികം ഷോപ്പുകൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട പല ആക്ടിവിറ്റികളുടെ ഇതുകൾ അങ്ങനെയുള്ളതൊക്കെയുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ, ഫുഡ് കഴിക്കണം. ചെറിയൊരു കടയാണ് ഞാൻ എപ്പോഴും ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പുക. അവിടെ ജംഗിൾ സഫാരി, ആനയുടെ പുറത്ത് ജംഗിൾ സഫാരി ഇവിടെയുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ജീപ്പ് സഫാരിയൊക്കെ ഇവിടെയുണ്ട്. ഒക്കെ നമുക്കെടുക്കാം. ഇവിടെ ഉണ്ടല്ലോ ഞാൻ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. ഇത് കണ്ട നിങ്ങൾ, ഇവിടുത്തെ ഈ ഒരു പുഴ, ചെറിയൊരു അരുവി ഇതിൽ ഒഴുകുന്നതാണ്. ശരിക്കും എത്രയോ വീടുകൾ, കുറേ സ്ഥാപനങ്ങൾ, ഹോട്ടലുകളൊക്കെ ഉണ്ട്. എന്നാലും ഒരു മോശം സ്മെല്ല് പോലും ഇല്ലാതെ എത്ര വൃത്തിയിലാണ് ഇവർ ഈ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കി നിങ്ങൾ. അതിനോട് ചേർന്നത് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ബാറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിൻ്റെയാണ്. അവരാരും വേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിട്ടിട്ടില്ല. നമുക്ക് നമ്മളുടെയൊക്കെ പല നാട്ടിലും കണ്ടില്ല, ഇവിടെയെല്ലാം ഫുള്ള് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് വെള്ളമൊക്കെ തുറന്ന് വിടുന്ന പരിപാടി. അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലെ അതില്ല, വണ്ടി ഒന്ന് പോയിക്കോട്ടെ. വണ്ടി പോയതിന് ശേഷം നമുക്ക് ഇങ്ങനെ പോകാം. എല്ലാം ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്ന വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ, ഇത് ഇവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റ് ഇവർ
പുഴ വൃത്തിയാണ്, ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീരത്ത് ഇവർക്ക് ഇതുപോലെ ഇതെങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ട സ്ഥലം ഉണ്ടാക്കിയെടുക്കാം. നോക്കി നിങ്ങൾ ആളുകൾ ഇതാ വെള്ളത്തിൽ ഇരുന്ന് ചായയാണത്, ബിയർ പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു. ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളും അതിൻ്റെ സൈഡിൽ കൂടി വൃത്തിയോടെ ഒഴുകുന്ന ആ ഒരു പുഴയും, അതുകൂടാതെ അവിടെ പണിതേക്കുന്ന ഇതുണ്ട്, ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് മരത്തടി കൊണ്ടാണ് അവർ ആ ഒരു ഇതുണ്ടാക്കിയിട്ടേക്കുന്നത്. കസേരകൾ, അതുപോലെ തന്നെ ഇരിക്കാനുള്ള കസേരകൾ, അതുപോലെ തന്നെ ടേബിളുകൾ. അത് കഴിഞ്ഞിട്ടുണ്ടോ അതിന് സെർവ് ചെയ്യുന്ന ആ ഒരു ഹോട്ടൽ, ആ റെസ്റ്റോറൻറ്റ് മെയിൻ ഭാഗങ്ങളൊക്കെ ഓല കൊണ്ട് മേഞ്ഞതാണ് കേട്ടോ. കണ്ടങ്ങൾ ഫുള്ള് ഓല കൊണ്ട് മേഞ്ഞ് സെറ്റാക്കിയിട്ട് നൈസല്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇങ്ങനെ വേണം ഓരോ പുഴയുടെ തീരം. നമുക്ക് ഭംഗിയുള്ള എത്രയോ പുഴയുടെ തീരങ്ങളുണ്ട്, അതൊക്കെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ, ചെയ്യണ്ടേ നമ്മൾ ചെയ്ത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറിസം നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. എന്നാലും നമുക്കത് കേരളം മുഴുവൻ ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള ഗ്രാമത്തിൻ്റെ സെറ്റപ്പ് നമുക്ക് പണിതെടുക്കണം കേട്ടോ. എന്നെ ഒരു ഭംഗിയാണ്, എന്നെ ഒരു രസമാണ് സിഗിരിയിൽ നിന്നുള്ള ഈ ഒരു പുഴയുടെ തീരത്തുള്ള ശരിക്കും ഗ്രാമീണത അല്ലാതെ ഒന്നുമല്ല, കുടിലുകൾ പോലെയാണ്. പക്ഷേ ആ ഒരു കുടിലുകൾക്കും ഒരു ഭംഗിയുണ്ട് കേട്ടോ. നൈസാണ്, നല്ല എന്താ പറയുക, നല്ല അറ്റ്മോസ്ഫിയർ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു 2-3 ദിവസമൊക്കെ താമസിച്ച് പോകും. തെങ്ങിൻ തോപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് തെങ്ങിൻ തോപ്പ്. ആ തോപ്പിലാണ് ഇവർ ഇതുപോലെ ആ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്താ ടൂറിസ്റ്റുകൾ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടേക്ക് എത്തിപ്പോകും കേട്ടോ. അത് കടന്നു പോകാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ നല്ല കളറടിച്ച് നല്ല ഒരു പാലമൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നൈസ്, നമുക്കും കണ്ടുപഠിക്കണം കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറയുന്നൊരലർച്ച നോക്കുമ്പോൾ ഇതാ ഒരു ആന. അവനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇതാ ഇവർ വണ്ടിയിൽ വന്നിറങ്ങിയ ആൾക്കാരാണ്. അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നതാണ് കേട്ടോ. ആനയുടെയൊക്കെ ഒരു ഗമ. അത് ഫോട്ടോ എടുത്ത് അവൻ തിരിച്ചു പോയി. ഈ കാണുന്ന ട്രാക്ടർ വണ്ടി ഉണ്ടല്ലോ, ഇവിടുത്തെ മറ്റൊരു ടൂറിസം അട്രാക്ഷനാണ്. എന്താണെന്നറിയാമോ, ആ വണ്ടിയുടെ സൈഡിലുള്ള സീറ്റുകളുണ്ട് നിങ്ങൾ, ആ സീറ്റുകളിൽ ആളെ കയറ്റി ഇരുത്തിയിട്ട് ഇവരിവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും കേട്ടോ, ആളുകളെ ഗ്രാമം കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ദൂരം കൂടി മുമ്പോട്ടേക്ക് പോകാം. സൂര്യൻ അസ്തമിക്കാറൊന്നും ആയിട്ടില്ല, അപ്പം സൂര്യാസ്തമയം കാണേണ്ട സ്ഥലത്തിലേക്ക് ഇനിയും ടൈമുണ്ട് പോകാനായിട്ട് നമുക്ക്. ഇതാ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ, എന്തായിരുന്നു, സിഗിരിയ സെൻട്രൽ കോളേജാണ് കേട്ടോ. എന്താ ഈ കാണുന്ന ബിൽഡിങ്. ഞാൻ വീണ്ടും തിരിച്ചായി നമ്മളുടെ ആ ഒരു ടൗണിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഇതാ വെള്ളത്തിലൊരാൾ കിടക്കുന്നു. ആൾ നീരാടുകയാണ് കേട്ടോ, നീരാടല്ലേ. നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ചങ്ങായി തന്നെ കേട്ടോ. അതാ വെള്ളത്തിൽ അങ്ങോട്ട് കിടന്നേക്കുവാണ്. അപ്പുറം കാഴ്ചക്കാരായിട്ട് 2 ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ടൂറിൻ്റെ ഭാഗമാണ്. ആന കുളിക്കുന്നത് കാണുക, ആനേനെ കൂടെ ചേർന്ന് കുളിപ്പിക്കുക. ആ ആനേനെ കുളിപ്പിക്കുന്ന ആ ഒരു പുഴയുടെ സൈഡിൽ തന്നെ ഇതാ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്. What did it say? Ayubowan. Ayubowan. Yes. Okay, that is the long life view. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ കേട്ടാ. ആനയെ കുളിപ്പിക്കുന്നതും കണ്ടുകൊണ്ട് ഞാനിതാ ഇവിടെ നിന്നും ചോറും കറിയും പറഞ്ഞിട്ടുണ്ട്. 850 രൂപ കേട്ടോ ചോറും കറിക്ക്. ഞാൻ ഈ എല്ലാത്തിൻ്റെ പൈസ പറയുന്നത് എന്തിനാണെന്നറിയാമോ, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പെൻസ് എങ്ങനെയാണ്, എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നൊക്കെയുള്ളത്. അപ്പോൾ അവരുടെ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഏകദേശം ഫുഡിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാകും എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. 850 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രൂപ വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 250 രൂപ അത്ര റേറ്റ് വരുന്നത്. ആനയെ കുളിപ്പിക്കുന്നതേ കൗതുകത്തോടെ ആളുകൾ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ ജംഗ്ഷനിലേക്ക് ചവിട്ടിക്കയറി വന്നിട്ടേ ഇതങ്ങ് അവിടെയുള്ള നമ്മളുടെ സിഗിരിയ ആ ഒരു വില്ലേജിൻ്റെ ആ ഒരു ടൗൺ ഭാഗത്തോട് പോകാതെ ഇതാ ഇവിടെ നിന്നും ആ ഒരു കാട് വഴി അകത്തുനിന്നൊരു ബസ് വരുന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ ചവിട്ടി കയറിയിട്ട് ശ്വാസം വിടാതെ കിട്ടാത്ത കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നമുക്ക് നല്ല നൈസ് വഴിയാണ് കേട്ടോ. ഭയങ്കരമായിട്ടൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക്. ശരിക്കും ഈ ഒരു കാട് വഴി നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വലത്തോട്ടൊക്കെ നോക്കണം, ആന വല്ലതും കയറി വരുന്നുണ്ടോ എന്നുള്ളത്. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു കാട് വഴി നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാടിൻ്റെ ഇവിടെ നിന്ന് ഇടയ്ക്ക് നമ്മൾ മേലോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ രാവണൻ കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഏകദേശം മറ്റേതോ വശത്തുള്ള താഴ്ഭാഗത്തേക്കാണ് നമ്മൾ ചെന്നെത്തുക എന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെയാണ് ചെന്നെത്തുക.
പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമ്മളിപ്പോൾ സൈക്കിൾ റെൻ്റൽ കണ്ടു, അതുപോലെ തന്നെ ഈ നമ്മുടെ സ്കൂട്ടി ബൈക്കുകൾ അതിൻ്റെ റെൻ്റലുണ്ട്. അതുകൂടാതെ ഈ കാണുന്ന ഓട്ടോകളുണ്ടല്ലോ, ഇതാ ഈ വരുന്ന ഓട്ടോകളൊക്കെ, ഈ വരുന്ന ഓട്ടോകളും റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന കുറേ ആളുകളും വിദേശികളായിട്ടുള്ള പല ആളുകളും ഈ ഓട്ടോ റെൻറ്റിനെടുത്തിട്ട് കറങ്ങി നടക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ആ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നോക്കാവുന്നതല്ലേ. ഈ ഓട്ടോറിക്ഷകൾ ഇവർക്ക് കുറേ ആളുകൾക്കും ഇങ്ങനെ ടൂർ വരുന്ന ആളുകൾക്കൊക്കെ ഓട്ടോ ഓടിക്കാനറിയാം. അവർക്ക് നമ്മുടെ നാട്ടിൽ ഈ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോഴേ അവർക്ക് ബൈക്കുകളെക്കാളും കൺവീനിയൻ്റ് ആയിട്ട് ഓട്ടോ ആയിരിക്കും ബെറ്റർ. അപ്പോൾ കുറച്ച് നമ്മൾ ഈ ഒരു കാറൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന പോലെ തന്നെ ഓട്ടോകളും വാങ്ങി ഓട്ടോ റെൻ്റൽ സർവീസുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൂറിസത്തിന് കുറച്ചും കൂടി ബൂസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കേരളത്തിൽ അതുപോലെ ഓട്ടോ റെൻറ്റിന് കൊടുക്കുന്ന ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലത്. അതും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത്, ബാക്കിയുള്ളവർ കൂടി അറിയട്ടെ. അയ്യോ ഓ സൂക്ഷിച്ചു പോടാ, ബ്രേക്കില്ലടാ. ഞാൻ കൂകിയപ്പോൾ ഒരു കുയിൽ കൂടെ കൂകി. കാലൊന്ന് സ്ലിപ്പായി കേട്ടോ. ദൈവമേ, സൂക്ഷിച്ചു കണ്ട് ഓടിക്കണേ. ചെറുതായിട്ട് ഞാനൊന്ന് പേടിച്ചു, കുഴപ്പമില്ല, വീഴത്തില്ല. ശരിക്കും കാടാണല്ലോ, ദൈവമേ. നല്ലൊരു നൈസ് നിപ്പിട്ട വനം. വനത്തിൽ അത്യാവശ്യത്തിലധികം ആനകളുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടില്ല നിങ്ങൾ, ആനയ്ക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് കമ്പി വേലുകളൊക്കെ കാണാം. ഇതൊന്നും വണ്ടി ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ടൂറിസ്റ്റുകളൊക്കെ പാസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നല്ല ഫ്രെയിം, നല്ല രസമുണ്ട് കാണാൻ. നോക്കി നിങ്ങൾ, വാവ്. പെട്ടെന്ന് ഇതിലേ പോകുമ്പോഴേ നമ്മുടെ മുമ്പിൽ ഒരു ആന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? സൈക്കിൾ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ. കാരണം സൈക്കിൾ ചവിട്ടി എത്ര കുറച്ച് പാടാ. എൻ്റെ പൊന്നോ, എന്നാ പോലത്തെ ഇടങ്ങളാന്ന് നോക്കിയേ, എന്നാ റോഡാ. ആനയാണോ? ആണെ പറയണം കേട്ടോ. ഇതാ ഈ കാണുന്ന വഴിയാണ് നമുക്ക് പോകേണ്ട ആ ഒരു, ഞാൻ പറഞ്ഞില്ല ഒരു സൂര്യാസ്തമയമുണ്ട് എന്ന്, ആ ഒരു സ്പോട്ട്. ഇതാ ആ ഒരു സ്പോട്ടിൻ്റെ പേര് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ, പിതുറങ്കല ടെമ്പിൾ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവണംകോട്ട അത് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രീതിയിൽ സൂര്യാസ്തമയമാണ് എങ്കിൽ. പക്ഷേങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം മാറി കാർമേഘം വന്നു. കണ്ട, ഇന്നിനിയിപ്പം സൺസെറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കൊരു സംശയം. പക്ഷേങ്കിൽ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് ഇല്ല എന്നല്ലേ, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ കാല് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് വെയിലിങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങളെ പുറകെ നോക്കി നിൽക്കാതെ കയറി വാന്നേ. നല്ല ഫ്രെയിമാണ് കേട്ടോ. ഓ എന്നാ രസമാണ്. ദൈവമേ, കുരങ്ങന്മാരൊന്നും ഞാൻ വെച്ചേക്കുന്ന ക്യാമറ എടുത്ത് പോവരുതേ. അയ്യോ, എന്നാ രസമാണെന്നറിയാമോ? ഇതിലേ ഇങ്ങനെ ഒറ്റയ്ക്ക് കാടിന് നടുവിലൂടെ സൈക്കിൾ ഓടിച്ച് നിങ്ങളോടോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ എന്താ പറയുക, ആസ്വദിച്ച് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. എൻ്റെ പൊന്നാനെ വന്നേക്കല്ലേ. ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ മണ്ണിട്ട റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കൽ റോഡുകളാണ്, ഇങ്ങോട്ട് ടാറിങ്ങില്ല. മേ ബി ഈ ഒരു കാടിൻ്റെ ഉൾഭാഗവും പിന്നെ ഈ ഒരു നാടിൻ്റെ ഫീലും ഈ ഒരു ഗ്രാമഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു മണ്ണ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിനും ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ കിടങ്ങാണ് കേട്ടോ. ആ ഒരു കോട്ടയിലേക്ക് ആരും കടക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കിടങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഫ്രണ്ട്സ്, ചെറിയൊരു പണി നമുക്ക് പാളിയിട്ടുണ്ട്. അതാണ് കേട്ടോ ആ ഒരു പീക്ക് എന്ന് പറയുന്നത്, പിതുറങ്കല പീക്ക്. അതിന് മേലൊക്കെ ആൾക്കാർ ഇരിക്കുന്നതൊക്കെ കണ്ടോ. സമയം ഇപ്പം 5:30 ഇവിടെ 5:45 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് വരും. ഇവിടെ വരുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, അത് കുറച്ച് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ. അപ്പം
അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇനിയിപ്പം ഞാൻ മേലോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സൺസെറ്റിൻ്റെ ടൈമിൽ അങ്ങോട്ടേക്ക് എത്തത്തില്ല, അതുകൊണ്ട് ഇനിയിപ്പം സൈക്കിളുമായിട്ടും കൂടിയല്ലേ വന്നത്. ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വന്ന കാടിൻ്റെ ഭാഗമല്ലേ, അവിടെ ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് റിസ്ക്കാണ്. ഒരു 4 മണിയെങ്കിലും ആകുമ്പോഴത്തേക്കും വന്നിട്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. ആ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സൈക്കിളും കൊണ്ട് വരുമ്പം അത് പ്രാവർത്തികമാകത്തുള്ളൂ, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് സൺസെറ്റ് ഇത് ഇവിടെ നിന്നും കാണുന്നു. സൺസെറ്റ് കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ, ഫുള്ള് ഇതാ ക്ലൗഡാണ്. ഇതാ ഈ ഒരു ഭാഗം, ഇതാ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ ക്യാമ്പ് വരുന്നത്. കരടിയുണ്ട് കേട്ടോ ഈ ഒരു മേഖലയിൽ, അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആന, കരടി, ഇതാണ് ആക്രമിക്കുന്ന ടൈപ്പ് ജീവികളുള്ളത്. പിന്നെ കുരങ്ങന്മാരൊന്നും വിഷയമില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ രാവണൻകോട്ടയിലേക്ക് ഇതിലേയും ഒരു ഗേറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റുകാർക്കുണ്ടല്ലോ ആനയൊക്കെ വരുമ്പോൾ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഏറുമാടങ്ങൾ കണ്ടങ്ങൾ, ഏറുമാടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നോ ഡ്രോൺ സോണാണത്. കമോൺ കമോൺ. അയ്യോ അയ്യോ ചവിട്ട് പോലെ ചവിട്ട്. ഓ ഞാൻ കഴിച്ച മറ്റേ ചോറും താലും ഇപ്പം തീർന്നു പോകുവേ. നമുക്ക് പോകുമ്പേ കടയിൽ നിന്ന് കുറച്ച് റൊട്ടിയൊക്കെ വാങ്ങിയിട്ട് പോവാം, റൊട്ടി, ജാമ്. അപ്പോൾ രാത്രിക്ക് ഡിന്നർ നമുക്ക് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് അങ്ങനെ അങ്ങ് സെറ്റാക്കാം. എന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ച് പൈസ കൊടുത്തിരിക്കാം. ഉറപ്പിച്ച് വീട് പാപ്പാ, കൊടും കാടാ, പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ എന്തിനാ പറഞ്ഞത് ആനക്കൊരു പണി ഈ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലാത്ത എനർജി എൻ്റെ കാലിൽ വരുന്നുണ്ടല്ലോ. ഹായ്. ഞാനങ്ങനെ തിരിച്ച് നമ്മളുടെ ഹോസ്റ്റലിലേക്ക് വന്നു. ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇവരിവിടെ കരികിലേക്ക് അടിച്ച് കൂട്ടി കത്തിക്കുകയാണ് കേട്ടോ. കണ്ട നൈസ് പുക കണ്ട, നിഴലായി നിഴലായി. ഹായ്. നമ്മളുടെ കൂടെ ഇന്ന് പാകെ 2 പേര്, ഞാൻ പറഞ്ഞു റൂമിലാകെ 2 പേര്, ഞാനും പിന്നെ സ്വീഡനിൽ നിന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, സ്വീഡൻകാരിയായിട്ടുള്ള ഖാദർ എന്നാണ് പേര് പറഞ്ഞത്. പുള്ളിക്കാരി പുറത്ത് പോയിട്ടുള്ളത്, ഭക്ഷണം കഴിക്കാനായിരിക്കും തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉള്ളത്. അപ്പോൾ അവർ ഇതുപോലെ തന്നെ യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സൗത്ത് ഏഷ്യൻ കൺട്രീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഓരോരോ കൺട്രീസ് അങ്ങനെ പാക്കിംഗ് ആയിട്ടുള്ള ട്രിപ്പ് നടത്തുകയാണ്. അവരും ഒരുപാട് ക്യാഷൊന്നും കയ്യിൽ വെച്ചിട്ടല്ല കേട്ടോ ട്രാവൽ ചെയ്യുന്നത്, അവർ ഇതുപോലെ തന്നെ ബഡ്ജറ്റ് ട്രാവലുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. അപ്പം നാളെ ഉണ്ടല്ലോ അതിരാവിലെ എണീറ്റ് നമുക്കൊരു സ്പെഷ്യൽ പ്ലേസിലോട്ട് പോകാനുണ്ട്. കുറേ ആയിട്ട് ആളുകൾ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരെയൊക്കെ ഞാൻ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഒരുപാട് നന്ദി. തരുന്ന സ്നേഹത്തിന് ബൈ ബൈ. സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.